ദുരന്തശേഷം മുണ്ടക്കൈ മേഖലയിൽ ആദ്യം പ്രവർത്തനം തുടങ്ങിയത് ഹാരിസൺസ് മലയാളം പ്ലാന്റേഷന്റെ സെന്റിനൽ റോക്ക് ടീ എസ്റ്റേറ്റ് ആണ്. മുൻപ് 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന ഫാക്ടറി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെങ്കിലും ഉച്ചവരെ തേയിലത്തോട്ടത്തിൽ തൊഴിലാളികൾ ജോലിക്ക് എത്തുന്നുണ്ട്. ദുരന്തത്തിൽ സർവവും നഷ്ടമായ ഈ മേഖലയിലുള്ളവർക്ക് എസ്റ്റേറ്റ് വീണ്ടും പ്രവർത്തനം തുടങ്ങിയത് എല്ലാം മറന്ന് മുന്നോട്ട് പോകുവാൻ വഴിയൊരുക്കുകയാണ്. കുറേ കുടുംബങ്ങൾ കുറേ പോയി. പിന്നെ എൻ്റെ ആങ്ങള, ഭാര്യ, മോള് ഒക്കെ അവർ പോയി. ജോലിക്ക് വരുമ്പോൾ പ്രയാസമുണ്ട്. പക്ഷെ നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ 32 ആൾ ഞങ്ങളെ കൂടെ ജോലി ചെയ്യണോല് പോയി. ഒരാഴ്ച ആയിട്ടുള്ളൂ. അതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ജീവിക്കണ്ടേ, അതുകൊണ്ട് വരികയാണ്. ഇന്നലെ മഴ പെയ്തപ്പോൾ പേടിയായിരുന്നു. ഇനി എന്താകുമോ, 8 പൊട്ടും പറയുന്നുണ്ട്. അപ്പോൾ ആ 8 പൊട്ടിയാൽ ഞങ്ങളെ വീടും എല്ലാം പോകും, മൊത്തം ടൗണേ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇതന്നെ ഉള്ളൂ, വേറെ ഒരു വഴിയില്ല ഞങ്ങൾക്ക്. 41 പേരെയാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സെന്റിനൽ റോക്ക് എസ്റ്റേറ്റിന് നഷ്ടമായത്. സെപ്റ്റംബർ 17-നാണ് എസ്റ്റേറ്റ് ഭാഗികമായി വീണ്ടും പ്രവർത്തനം തുടങ്ങിയത്. മുൻപ് രാവിലെ മുതൽ വൈകുന്നേരം വരെ തേയില നുള്ളുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഉച്ചവരെ മാത്രമാണ് ഈ പ്രവൃത്തി. 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന തേയില ഫാക്ടറി ഇപ്പോൾ പ്രവർത്തിക്കുന്നുമില്ല. മുൻപ് പ്രദേശത്തു തന്നെ താമസിച്ചിരുന്ന ആളുകൾ ദുരന്തശേഷം വിവിധയിടങ്ങളിലേക്ക് താമസം മാറ്റി. ഇവരെ അട്ടമലയിൽ താമസിപ്പിക്കാൻ അധികൃതർ അനുവദിക്കണമെന്നാണ് എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ആവശ്യം. 41ഓളം തൊഴിലാളികൾ നഷ്ടപ്പെട്ടു. അതാണ് ഏറ്റവും വലിയ നഷ്ടം എസ്റ്റേറ്റിനുണ്ടായത്. ഞങ്ങളൊരു ഇനീഷ്യൽ അസസ്മെന്റ് പ്രകാരം ഏകദേശം 13 കോടിയോളം രൂപയുടെ ലോസ് ലാൻഡ്സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. നമ്മൾ 1.5 മാസത്തോളം എസ്റ്റേറ്റ് പൂട്ടിക്കിടന്നു. അതിൽ ഇവിടെ 4 ഡിവിഷനാണ്. അതിൽ പുത്തുമല, മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, അങ്ങനെ 4 ഡിവിഷനാണ്. പുത്തുമല ഡിവിഷൻ ഒരു 20 ദിവസം കഴിഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. മുണ്ടക്കൈ, ചൂരൽമല 1.5-2 മാസത്തോളം നമ്മൾ കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. 2 മാസം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തപ്പം ആളുകൾ ജോലിക്ക് വരാൻ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മൊത്തം 321 തൊഴിലാളികൾ ഉണ്ടതിൽ 35 തൊഴിലാളികൾ നമുക്ക് നഷ്ടപ്പെട്ടു. ബാക്കി 256 തൊഴിലാളികൾ ഉണ്ടായിരുന്നതിൽ ഫസ്റ്റ് ദിവസം ജോലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 30 പേര് 40 പേരൊക്കെയാണ് ജോലിക്ക് വന്നത്. പതുക്കെ ഇപ്പം നമ്മൾ റിക്കവർ ചെയ്തു. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു 65% മുതൽ 70% വരെ തൊഴിലാളികൾ ഡെയിലി ബേസിസിൽ ജോലിക്ക് വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. പക്ഷേ ഈ ആളുകളെ വെച്ച് എസ്റ്റേറ്റ് ഓടിക്കുക ഇപ്പോൾ നിലവിൽ ബുദ്ധിമുട്ടാണ്. ഞങ്ങളിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളെയും കോൺട്രാക്ട് ആളുകളെയൊക്കെ വെച്ചിട്ടാണ് ഇപ്പം മാനേജ് ചെയ്യുന്നത്. ഇവിടെ ഈ പ്ലാന്റേഷന് പുറമെ ഫാക്ടറി ഉണ്ടല്ലോ, ഫാക്ടറി ഇപ്പോൾ അടഞ്ഞെടുക്കണം. ഇൻസിഡന്റിന് ശേഷം ഫാക്ടറി അടഞ്ഞെടുക്കണം. കാരണം ഞങ്ങൾക്ക് ഇവിടെ വരുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇവിടെ വന്ന് ഓപ്പറേഷൻസ് കഴിഞ്ഞ് വൈകുന്നേരത്തിനുള്ളിൽ ഇവിടെ തിരിച്ച് ഇറങ്ങണം എന്നുള്ളൊരു നിബന്ധന പ്രകാരമാണ് നമ്മളിപ്പം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദുരന്തശേഷം എല്ലാവരും മാനസികമായി തകർന്ന അവസ്ഥയിലാണ്. വിവിധ തലങ്ങളിലുള്ള കൗൺസിലിങ്ങുകൾക്കും ഒരുമിച്ചിരുന്നുള്ള കൂടിയാലോചനകൾക്കും ശേഷമാണ് തൊഴിലാളികൾ ജോലിക്ക് തിരിച്ചെത്തിയത്. എല്ലാവരെയും ചേർത്തുപിടിച്ച് മുന്നോട്ടു പോകുമെന്ന് എസ്റ്റേറ്റ് മാനേജ്മെന്റ് പറയുന്നു. എല്ലാവരെയും കൂടെ വിളിച്ചൊരു ഗെറ്റ് ടുഗദർ വെച്ച് എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുത്തു. അത് ജോലി പതുക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇത് റിക്കവർ ചെയ്യുന്നുള്ളൊരു ബോധ്യം നമുക്കും ഉണ്ടായിരുന്നു. എന്നിട്ടും കുറേ ആളുകൾ വരാൻ മടിയുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊരു 3 ഫേസായിട്ട് ഒരു ഗെറ്റ് ടുഗദർ വെച്ചു. കഴിഞ്ഞ ദിവസം ദീപാവലിയോടനുബന്ധിച്ച് ഞങ്ങളൊരു ചെറിയ ഗെറ്റ് ടുഗദർ വെച്ച് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് എല്ലാവർക്കും സമ്മാനിച്ചു. ആളുകൾക്ക് ആ ദുഃഖത്തിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു കലാപരിപാടി പോലത്തെ ഒരു ഇവന്റ് ഞങ്ങൾ വെച്ചൊരു നല്ലൊരു ഫുൾ ഹാഫ് ഡേ പ്രോഗ്രാമായിട്ട് നന്നായിട്ട് വെച്ചു. ആളുകൾ പതുക്കെ റിക്കവർ ചെയ്ത് വരുന്നുണ്ട്. എങ്കിലും ഇത്രയും വലിയൊരു ഇൻസിഡന്റ് ആയതുകൊണ്ട് കാണുമ്പം പലർക്കും നമുക്ക് റിക്കവർ ചെയ്ത് വരാൻ ഇപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളുടെ 1-2 പേര് സംസാരിക്കുന്നു. സാർ ഇത്രയും ദിവസമായിട്ടും കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. കേന്ദ്ര സഹായം വൈകുന്നതും പുനരധിവാസത്തിൽ അനിശ്ചിതാവസ്ഥ തുടരുന്നതും എല്ലാവരെയും പോലെ ഈ തൊഴിലാളികളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. പതിയെ എല്ലാം ശരിയാകും എന്ന പ്രതീക്ഷ മാത്രമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. ദുരന്തഭൂമിയിൽ ആദ്യം പ്രവർത്തനം തുടങ്ങിയ തൊഴിൽ മേഖലയാണ് സെന്റിനൽ റോക്ക് ടീ എസ്റ്റേറ്റ്. ദുരന്തത്തെ അതിജീവിച്ച സാധാരണക്കാർ ഇവിടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇവർക്കാവശ്യം സർക്കാരിന്റെ കൈസഹായമാണ്. കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറാതെ കേന്ദ്രവും സംസ്ഥാനവും ഒപ്പം നിൽക്കണമെന്ന അഭ്യർത്ഥനയാണ് ഇവർക്ക് പങ്കുവെക്കാനുള്ളത്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കേന്ദ്ര സഹായം വൈകുന്നതും പുനരധിവാസത്തിൽ അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നതും സെന്റിനൽ റോക്ക് എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് നൽകുന്നത് വലിയ ആശങ്കയാണ്. എസ്റ്റേറ്റിലെ തൊഴിലുള്ളതുകൊണ്ട് ഉപജീവനം സാധ്യമാകുന്നുണ്ടെങ്കിലും അതിജീവനം സാധ്യമാകണമെങ്കിൽ സർക്കാരുകളുടെ സഹായമില്ലാതെ കഴിയില്ലെന്ന് ഇവർ പറയുന്നു. ഒപ്പമുണ്ടായിരുന്നവരെ ഉരുളെടുത്തതിന്റെ വേദന ഇപ്പോഴും ഇവരെ വിട്ടുമാറിയിട്ടില്ല.